1.10 നമ്മൾ ചോദിക്കേണ്ടി വരാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ 1.45 അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ലേ വണ്ടി? നമുക്കൊരു വർക്കും ചെയ്യിക്കാനില്ല. സംഭവിച്ച് നോക്കുമ്പോൾ എത്ര 35 രൂപ കൊടുക്കും. 35 രൂപക്ക് നമുക്കൊരു 1.10 കിട്ടേ കൊടുക്കും. 1.10 അല്ലേ? 1.10 കൊടുക്കും. അപ്പൊ സൺറൂഫ് ഉള്ള ഒരു വണ്ടി നമുക്ക് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലെ? ഇന്ന് നമ്മള് ബിസ്മിയില് നമ്മള് ബഷീർ ഖാന്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് നമ്മൾ പറയാനുള്ളത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വാഹനങ്ങൾ. അതായത് നമുക്ക് 30,000, 40,000, 50,000 ഡൗൺ പേയ്മെന്റ് അല്ല, ആ രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ബഡ്ജറ്റിലെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി സാധാരണക്കാർക്കുള്ള നല്ലൊരു യാർഡാണ് നമ്മൾ ബിസ്മി ഓലപ്പീടിക. അപ്പോൾ നമുക്ക് ഇന്നും ബഷീർക്ക നമുക്ക് വേണ്ടി നല്ല ഓഫറുകൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബഷീർക്ക് ഉണ്ടാവില്ല. ഇത്തവണ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ഷിയാബാണ്. ബഷീർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ബഷീർ ഖാനും കാട്ടി അതേ ഓഫർ നമ്മളും കൊടുക്കൂല, തീർച്ചയായിട്ടും കൊടുക്കൂല. അപ്പൊ നമുക്ക് കറക്റ്റ് ഈ ബിസ്മിക്ക് ഒന്ന് എത്തിച്ചേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ഇത് താനൂർ തിരൂരിന് സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഓലപ്പുഴ അവിടെ ആ സൈഡിലേക്ക് വരാം. ഇവിടെ പരപ്പനങ്ങാടി കോഴിക്കോട് അങ്ങനെ വരും. അതായത് നമ്മുടെ തീരദേശ ഹൈവേ ആണ്, കാലിക്കറ്റ് തൃശ്ശൂർ തീരദേശ ഹൈവേ. അതിൽ നമ്മള് തിരൂരിന്റെയും പരപ്പനങ്ങാടിന്റെ ഇടയിലല്ലേ? അത് തിരൂരിൽ നിന്നാണ് കുറച്ച് ദൂരം വരിക അല്ലെ? തിരൂര് ഇപ്പൊ ചിലർക്ക് പൊന്നാനി സൈഡിൽ നിന്ന് വരുന്നവർക്ക് തിരൂർ സൈഡിൽ നിന്ന് വരിക. പിന്നെ കോഴിക്കോട് വയനാട് അവിടെ നിന്ന് വരുന്നവർക്ക് പരപ്പനങ്ങാടി സൈഡിലൂടെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയാൽ മതി. റെയിൽവേ സ്റ്റേഷൻ നമുക്കൊരു 3-4 കിലോമീറ്റർ അവിടെ ബസ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോയിൽ വരാം. അപ്പൊ നമുക്ക് ട്രെയിനിന് വരുന്നവർക്കും സൗകര്യമാണ്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി അടിപൊളി കളക്ഷൻസ് ആണ്. ഒക്കെ ചെറിയ ബഡ്ജറ്റുള്ള കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ ബഡ്ജറ്റിലുള്ള കാറുകൾ നോക്കുന്നവർക്ക് ഇഷ്ടം പോലെ, അതേപോലെ 7 സീറ്റർ വാഹനങ്ങളും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ നിന്നാണ് തുടങ്ങാം. 800 തവണ നമുക്ക് ചെറിയ ചെറിയ പൈസക്ക് അടിപൊളി വണ്ടികളുണ്ട്. ഏതായിരുന്നു മോഡൽ? MPFI അല്ലെ? കിട്ടുന്ന വണ്ടിയാണ്. MPFI എഞ്ചിനാണ്. നമ്മൾ എത്ര ഇതിന് ചോദിക്കണതാ? ഇതിന് ചോദിക്കേണ്ടത് 60 രൂപ. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. പുതിയ ഇൻഷുറൻസ് എടുക്കും. AC ഉണ്ട് ഇതില്? AC ഇല്ല. ശരിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. 60 രൂപയ്ക്ക് MPFI എഞ്ചിന് വേണ്ടി 2007 മോഡല്. പുതിയ നമുക്ക് 27 പേപ്പർ കാര്യങ്ങളുണ്ട്. പുതിയ ഇൻഷുറൻസ് നമുക്ക് കൊടുത്തു കൊടുക്കാം. അടുത്ത നമ്മൾ വീണ്ടും 800 ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 2001 പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2026 പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. അടുത്താണത്. എത്ര? 35 രൂപ കൊടുക്കും. 35 രൂപയ്ക്ക് 800 ആളുകൾ കൊണ്ടുപോട്ടെ അല്ലെ? നല്ലൊരു 800. അത് 35 റുപ്യക്ക് നമുക്ക് ചെറിയ പൈസ. അടുത്താണ് ജീപ്പ്. ജീപ്പ് ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ്. നമുക്ക് ചോദിക്കലുണ്ട് ജീപ്പ് വന്നിട്ടുണ്ടോന്നൊക്കെ. അപ്പൊ 1993 മോഡൽ വണ്ടി. 25-26 പേപ്പർ ഉണ്ട് ഇതിന്റെ. DA എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു പക്കായ്ക്ക് വണ്ടിയാണ്. ഫുള്ള് കൊണ്ടുപോകും. ഫുൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിച്ച വണ്ടിയാണ്. നമുക്കൊരു 1.10 കിട്ടേ കൊടുക്കും. 1.10 കൊടുക്കും. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ. ഇതിന് കഴിഞ്ഞ മാസം നമ്മൾ ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. അതായത് നമുക്ക് ഡീസലിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ് അല്ലെ? മൈലേജ് 20 അടുത്ത് നല്ല മൈലേജ് കിട്ടൂല. DA എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. DA എഞ്ചിന്. അപ്പൊ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നല്ല പിന്നെ ഫാൻസി നമ്പർ ഉണ്ട്. അലോയ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റ് അഡീഷൻ ചെയ്തേക്കണു. സീറ്റ് കവർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്, ഡ്രൈവർ സൈഡ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒന്നും കുഴപ്പമില്ല. പിന്നെ വണ്ടി എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ചെയ്യില്ല. അതെ, നോക്കി ചെക്ക് ചെയ്യാം. നമ്മളെ ഏത് വണ്ടി ഇവിടെ വന്നാലും നിങ്ങൾക്ക് മെക്കാനിക്കിനെ പൂർണ്ണമായിട്ട് നോക്കി ചെക്ക് ചെയ്തതിനു ശേഷം വണ്ടി നോക്കി എടുത്താൽ മതി അല്ലേ? ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? ഇത് 2005 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ. 25 വരെ പേപ്പർ ഉണ്ട്. കഴിഞ്ഞ മാസം നമ്മൾ ഇൻഷുറൻസ് എടുത്തു. എത്ര ചോദിക്കണതിന്? ഇത് 70 രൂപ നമുക്ക് നെറ്റ് കിട്ടേ കൊടുക്കാം. 70 രൂപ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. ഇനി അതിൽ മാക്സിമം ചെറുതാക്കി കുറക്കാണ്ടല്ലേ? അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ അല്ലെ? 2009 മോഡൽ. ആദ്യകാല ഓൾട്ടോ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് അല്ലെ? ഇത് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. ഇത് LXI ആണ്? അത് LXO? ഇത് LXI. ഇതിന് സെൻട്രൽ ലോക്ക് ഉണ്ട്, ഡബിൾ കീ ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ആ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് കമ്പനി ഇറങ്ങിയ വണ്ടിയില്ല. അപ്പൊ LXI ഇതിന്റെ ഏറ്റവും ടോപ്പ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെക്കൻഡ് കീ, സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ടോ എല്ലാം വരുന്ന വണ്ടിയില്ല. അതിന്റെ ഫുൾ ലോഡ് വണ്ടിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ നല്ല നീറ്റ് ആണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് ടാക്സ് അടക്കം ഈ ജൂണില് ജൂലൈ പേപ്പർ വരുന്നുണ്ട്. ഇതിന്റെ നമ്മൾ ടാക്സ് നമുക്ക് അടിച്ചു കൊടുക്കാം.
1.10 നമ്മൾ ചോദിക്കേണ്ടി വരാം. ടാക്സ് നമുക്ക് അടിച്ചു കൊടുക്കാം. അവർക്ക് ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ. നമുക്ക് റിന്യൂവലിന് വേണ്ട എമൗണ്ട് വരുള്ളൂ. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് റിന്യൂവൽ എടുക്കാൻ പറ്റൂല. നല്ല നീറ്റ് വണ്ടി പക്ക ക്ലിയർ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്ക് റിന്യൂവൽ എടുക്കാൻ പറ്റൂല. 1.10 നമുക്ക് 2009 മോഡല് LXi AC ഫസ്റ്റ് ടൈം 2 ഡോർ പവർ വിൻഡോ. ഓട്ടോക്ക് എത്രയായിരുന്നു? 60,000 ഓടിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ചെറിയ ഓട്ടോ ഓടി നല്ലൊരു വണ്ടി. അടുത്തതാണ് ലിനിയ. ലിനിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു കിഡ്കാച്ചി വണ്ടി തന്നെ പറയാം. കാരണം ഇത് പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അല്ല അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. KL40 ആണ് രജിസ്ട്രേഷൻ. ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ. മൈലേജ് നമുക്ക് എത്ര കിട്ടും ഇതിന്? ക്വാഡ്രാജറ്റ് എഞ്ചിനായോണ്ട് എന്തായാലും ഒരു 18-20 റേഞ്ച് ഉണ്ടാവും. എന്തായാലും കിട്ടൂല. അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനമാണ് അല്ലെ? സീറ്റോറും സൺറൂഫും എല്ലാം ഉള്ള വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2009 മോഡലാണ്. 2009 ഈ വർഷം ലാസ്റ്റ് ഇതിന്റെ പേപ്പർ വരും. പിന്നെ ഇൻഷുറൻസ് പുതിയ എടുത്തു കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. പിന്നെ മൊത്തത്തിൽ വണ്ടിക്ക് ചോദിക്കേണ്ട വില നമ്മൾ 1.40. സീറ്റ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം പണിയെടുപ്പിച്ചാണല്ലോ അല്ലെ? അത് നല്ല സൂപ്പർ വണ്ടി വണ്ടിയാണ് അല്ലെ? എഞ്ചിന് മെക്കാനിക് ഒക്കെ ഫിറ്റ് ചെയ്യില്ല. എത്ര നമ്മൾ ചോദിക്കണ? 1.40. അപ്പൊ സൺറൂഫ് ഉള്ള ഒരു വണ്ടി നമുക്ക് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലെ? അടുത്തതാണ് നമ്മള് 800 ഏതായിരുന്നു ഇത്? എഞ്ചിൻ ഏതാണ്? 98 മോഡൽ വണ്ടിയാണ്. 28 പേപ്പർ ഉണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ നമുക്ക് ഇതിന് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് നെറ്റ് വില നമുക്ക് 40 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ 40 രൂപക്ക് നല്ലൊരു 800 നമുക്ക് കൊണ്ടുപോകാം. അതും 28 വരെ പേപ്പർ കാര്യങ്ങളല്ലാണ്ട്. AC ഉണ്ട് ഇതില്? AC ഇല്ല, വർക്കിംഗ് അല്ല. കംപ്രസർ ഉണ്ടോ? നമുക്ക് ചെയ്യിക്കാൻ പറ്റൂല. കംപ്രസർ ഇതിലുണ്ട്. അപ്പൊ വർക്കിംഗ് അല്ലത്. നല്ലൊരു വർക്കിംഗ് അല്ല അല്ല. ഓക്കെ. അതാണ് ബീറ്റ്. ഇത് ഡീസൽ അത് പെട്രോളോ? ഇത് ഡീസൽ. ഇതിന് വലിയൊരു ഹൈലൈറ്റ് എന്നുള്ളതിന് മൈലേജ് തന്നെയാണ്. 28, 24, 25 ഒക്കെയാണ് കമ്പനി പറയുന്നത്. ഒരു 24 ഒക്കെ കിട്ടൂല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 മോഡൽ വണ്ടി. ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. ABS ബ്രേക്ക്, എയർ ബാഗ് ഒക്കെ വേണ്ടി ഏറ്റവും ടോപ്പ് എൻഡ് ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് സെക്കൻഡ് അതിലായിട്ടുണ്ടാവും. ഓക്കെ. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ കമ്പനി അലോയ്സ് എല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 1.25 കൊടുക്കും. 1.25. അപ്പൊ നല്ല ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കി എടുക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? അതുപോലെ നാനോ ടിസ്റ്റ് ആണത്? അല്ല, ടിസ്റ്റ് പവർ സ്റ്റാറിംഗ് വണ്ടി തന്നെയാണ്. ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം ബേസിക് മാറ്റിയതാണ്. 2014 മോഡൽ വണ്ടിയാണ്. 14 ബാക്ക് ഡിക്കി വർക്കാത്ത ടൈപ്പാണ്. പക്ഷെ പവർ സ്റ്റാറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ. നമുക്ക് പെട്ടെന്ന് ആ ഒരു ടിസ്റ്റിന്റെ 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് KL65 തന്നെ വണ്ടിയാണ്. നമ്മൾ തിരങ്ങ രജിസ്ട്രേഷൻ തന്നെ വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ അല്ലേ? വളരെ ലോ കിലോമീറ്റർ വണ്ടി. 14 എന്ന് പറയുമ്പോൾ 19,000 എന്ന് പറഞ്ഞ വണ്ടി തീരെ ഓടിയിട്ടില്ല. 29 അല്ലേ? യെസ്. ഓ, ചെറിയ കിലോമീറ്റർ. നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 1 lakh ചോദിക്കുന്നത്. 1 ലക്ഷം രൂപ. ആ ഒരു ചെറിയ ഓട്ടോ ആയതുകൊണ്ടുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി. ബാക്കിയൊന്നുമില്ല. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്ക വണ്ടി. വാഷിങ്ങും പോളിഷിങ്ങും ചെയ്യാൻ ബാക്കിയുണ്ട്. ഓക്കെ. അടുത്തതാണ് നമുക്ക് ഈ ഒരു 7 സീറ്റർക്ക് പോവാം അല്ലെ? അതെ. 7 സീറ്ററുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് നമുക്ക് 7 സീറ്ററിൽ ഏറ്റവും ആളുകൾ അന്നും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കോളീസ്. ഇത് ഫുൾ ബ്ലാക്ക് കിടുവാണല്ലോ വണ്ടി. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം പണി എടുപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഫുൾ ബ്ലാക്കില്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2002 മോഡലുണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 26 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ, ഇതിനൊക്കെ നല്ല കിടുവാണല്ലോ. 10 പേർക്ക് തന്നെ സുഖമായിട്ട് പോവാ അല്ലേ? സുഖമായിട്ട് പോവാ. ഇതെങ്ങനെ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 1.45 അല്ലേ? എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കല്ലേ വണ്ടി? നമുക്കൊരു വർക്ക് ചെയ്യിക്കാനില്ല. ഒന്നുമില്ല. ടയോട്ടന്റെ വണ്ടിയാണ് പോളീസ്. പക്ക വണ്ടി അല്ലേ? അടുത്താണ് സൈലോ അല്ലേ? സൈലോ അതെങ്ങനെയായിരുന്നു നമുക്ക്? 2009 മോഡൽ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1 lakh മേലെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ. ഒരു 1.5 ആകുമ്പോൾ കൊടുക്കുക. അതായത് ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നല്ലൊരു 7 സീറ്റർ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അത് ഡീസലാണ്, 7 സീറ്റർ ആണ്. നമുക്ക് ടാക്സി പർപ്പസിനും വലിയൊരു ഫാമിലിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ? അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു കിടകാച്ചി വണ്ടി, സഫാരി. 2007 മോഡല്. ടയർ കാര്യങ്ങളൊക്കെ ഉയർത്താണ്. നല്ല ഫുൾ കട്ട് ടയേഴ്സ്. നല്ല ടയേഴ്സ്, നല്ല ഇന്റീരിയർ, AC കാര്യങ്ങളൊക്കെ പക്ക വണ്ടിയാണ്. എല്ലാ മെക്കാനിക്കും വർക്കിംഗ് ഉള്ള ഒരു വണ്ടി. ഇതിന്റെ എല്ലാം മൊത്തത്തിലൊക്കെ ഉണ്ട്. നമുക്ക് 2 ലക്ഷം കിട്ടിയപ്പോ കൊടുക്കാം. നമ്മൾ 2.25 വരെ ചോദിച്ച വണ്ടിയായിരുന്നത്. നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റൂല. കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണല്ലോ വണ്ടി. എല്ലാം പക്കയാണ്. 27 പേപ്പറും ഉണ്ട്. ഓക്കെ.
അപ്പൊ നമുക്ക് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. 2 ലക്ഷം രൂപക്ക് നല്ല ഫീച്ചേഴ്സ് ഉള്ളതായിട്ടുള്ള ഒരു കിടിലൻ വണ്ടി. ടയർ കാര്യങ്ങളൊന്നും നോക്കാനുമില്ല അല്ലെ. അതാണ് ഈക്കോ നമുക്ക് പിന്നെ ഗാരേജ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതെങ്ങനെ 5 സീറ്റർ 7 സീറ്റർ അല്ലെ. ചെറിയ 7 സീറ്റർ ആകുമ്പോൾ നമുക്ക് AC ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒന്നും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. നമ്മൾ ഒമ്നികാട്ടി ഒന്നുകൂടി ബോഡി വെയിറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അല്ലെ. പിന്നെ സ്കൂളൊക്കെ തുറക്കണൊക്കെ സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലെ. കാരിയറും കാര്യങ്ങളൊക്കെ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലും എന്റെ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഇതിന് ചോദിക്കണം? 1.25 ഇട്ടേ കൊടുക്കും. 1.25 പക്കയാണ് വണ്ടി അല്ലെ. അടുത്താണ് നമുക്ക് ഒരു ആക്സെന്റ് ഉണ്ടായിടല്ലേ. ഉണ്ടായ ആക്സെന്റിന്റെ ഈ ഒരു വണ്ടിയുടെ വൃത്തിയാണ് നമുക്ക് ഏറ്റവും വലിയ എല്ലാം നെട്ടിപ്പിക്കുന്നത്. ഈ ഒരു വണ്ടിയില്ല ശരിക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2005 മോഡൽ വണ്ടി. 25 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡാണ് ഇപ്പോ. ഓക്കെ, പക്ക പെർഫെക്റ്റ് വണ്ടി. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ആണോ? സിംഗിൾ ആണ് തോന്നുന്നുണ്ട്. എന്താ വെച്ചാല് വണ്ടി അത്ര നീറ്റ് ആണ് വണ്ടി. ഇന്റീരിയർ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. നമുക്ക് ഇത്ര പാക്ക് ഉണ്ടെന്ന ഒരു വണ്ടി കണ്ടാൽ ഇന്റീരിയർ ചേച്ചിയാണല്ലേ. എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? നമ്മൾ ഇത് ചോദിക്കേണ്ടത് ഉറപ്പേക്കല്ലേ. നല്ലൊരു വണ്ടി, അടിപൊളി സെഡാന്. നമുക്കൊരു കുറച്ച് ഇലക്ട്രിക് ചെയ്ത് കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു വണ്ടി. ഓക്കെ, നമ്മൾ കൊറോള 1.8 ആണത്. നല്ല പെട്രോൾ, നല്ല പെർഫോമൻസ് കാര്യങ്ങളുണ്ടാവും. മൈലേജ് ഏകദേശം 10 ആ റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നാലും നമുക്കിത് പുതിയ ഇൻഷുറൻസ് എടുക്കാം. നമുക്കൊരു 1.30 ഇട്ടേ കൊടുക്കാം. 1.30 പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുക്കും. അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. പേപ്പർ കാര്യങ്ങളൊക്കെ പക്കല്ലേ? പേപ്പർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. 27 പേപ്പറിലുണ്ടല്ലോ. ഓക്കെ, ടയോട്ടയുടെ വണ്ടിയാണ്, നമുക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം. അടുത്താണ് ജെന്നെസ്റ്റിലോ 2007 മോഡൽ വണ്ടി. ഇപ്പൊ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ടാവും. എല്ലാ പേപ്പറും കാര്യങ്ങളും 27 പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങള്. AC പോസ്റ്ററിന് 2 ഡോർ പവർ വിൻഡോ അല്ലേ. എത്ര നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 90 കൊടുക്കാം. 90 അപ്പൊ പുതിയ പേപ്പറാണ്. നമ്മൾ വാഗ്നറിന്റെ ആ ഒരു സെയിം സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. നല്ല യാത്രാ കംഫർട്ട്, മിനി ഇന്നോവ നമ്മൾ പറഞ്ഞു കേൾക്കുകയാണെങ്കിൽ. ഓക്കെ, പക്ക വണ്ടി. ടയർ കാര്യങ്ങളൊന്നും നോക്കാനില്ല. അടുത്താണ് 2 ഇയോണുകൾ വരുന്നുണ്ട്. 4 ഇയോണുകൾ ഉണ്ട്. 2 വൈറ്റും 2 ഗ്രേയും. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 13-14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഓൺഷിപ്പ് കാര്യങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാം. AC പോസ്റ്ററിക്ക് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്. മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? അതിന്റെ ഫുൾ ലോഡ് വണ്ടി. അടുത്ത നമ്മള് ഡിലൈറ്റ് 1.70 ചോദിക്കുന്നത്. 1.70 ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര റുപ്യക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെറുവാഹനം നമുക്ക് എന്തായാലും പിന്നെ -1 ഒക്കെ ആയാലും നമുക്ക് 1.5 വരെയൊക്കെ കിട്ടും. 1.5 വരെ കിട്ടും. 10-30 രൂപ 10-20 രൂപ ഉണ്ടെങ്കിലൊക്കെ വണ്ടി ഇറക്കാം. നല്ല ട്രാക്കാണെങ്കിൽ ഫുൾ ഓൺ വരെ നമുക്ക് കയറ്റാം. അടുത്ത ഡിലൈറ്റ് പ്ലസ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2013-14 തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1 ലാഖിനടുത്ത് ഓടിയിട്ടുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം ഡിലൈറ്റ് പ്ലസ് ആണ്. ഇതിന് നമ്മൾ എത്ര ചോദിക്കണം? 1.60. ഇത് നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. അതാണ് ഒരു ഗ്രേ. ഇത് മോഡൽ 13-14 തന്നെയാണ്. ഇറാ പ്ലസ് ആണ്. AC പോസ്റ്ററിംഗ് 2 ഡോർ പവർ വിൻഡോ അല്ലേ. പിന്നെ നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1 ലാഖ് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞാല് ലോ മെയിൻ്റെനൻസ് ആണ്. ചെറിയ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കാർ തന്നെ പറയാം. എത്ര ഇതിന് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് 1.70 1.70. പിന്നെ അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സൈഡും ഒക്കെ പക്കയാണ് വണ്ടി വരുന്നത് അല്ലെ. 1.70. ഇതെങ്ങനെയായിരുന്നു? നമുക്ക് 18 ആണ്. കുറച്ച് മോഡൽ കൂടിയതാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ പക്ക വണ്ടിയാണ്. സീറ്റ് കവർ നല്ല മോഡൽ ഉണ്ട്. പക്ഷെ ആ മോഡലിനനുസരിച്ച് വണ്ടി ഓടിയിട്ടില്ല അല്ലെ. അപ്പൊ ലോ കിലോമീറ്ററിൽ നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഒന്നുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ അത് പറയാം. പിന്നെ ഇത് പിന്നെ എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്ക കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. പിന്നെ 18 ആണ്. അത്യാവശ്യം നല്ല മോഡലുണ്ട്. നമുക്ക് കമ്പാരിറ്റീവ് നോക്കുമ്പോ അത്ര ഓട്ടോ ഓടിയിട്ടില്ല അല്ലെ. 2.45. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഇന്നലെ നമുക്കൊരു വീഡിയോ ഒന്നാണ് നമ്മുടെ അംബാസഡർ നിലവിലുണ്ടോ ചോദിച്ചാൽ. അംബാസഡർ അപ്പൊ ഇന്നലെ നമ്മൾ ആ ഒരാള്
നമുക്ക് ചോദിച്ചിരുന്നു. ഇതാണ് നല്ല കിടിലൻ അംബാസഡർ, അതും കേൾട്ടർ രജിസ്ട്രേഷനിൽ വരുന്ന സ്ലൈഡ് എഞ്ചിൻ ആണ്. സ്ലൈഡ് എഞ്ചിൻ 2000 മോഡൽ, 2000 മോഡൽ വണ്ടിയാണ് ഇതിൻ്റെത്. പിന്നെ AC പവർ സ്റ്റാറിംഗ് അങ്ങനൊന്നും ചോദിക്കരുത്. ഒരുപാട് ആളുകൾ ACന്റെ പവർ സ്റ്റാറിംഗ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സാധാ ടൈപ്പാണ്, സാധാ ടൈപ്പ്. പിന്നെ ഇതിലെ എഞ്ചിനാണ് മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുക. സ്ലൈഡ് എഞ്ചിനാണ് ഇതിന് ഒന്നുകൂടി ഡിമാൻഡ് ഉള്ളത് അല്ലേ? നമ്മൾ എത്ര ചോദ്യം പറഞ്ഞേ? ഇത് ഇപ്പൊ നമ്മള് കൊടുക്കുക 50,000 രൂപ കൊടുക്കുക. 50,000 രൂപ വരുന്ന ആർക്കാണോ അവർക്ക് 50,000 രൂപ. ഒരുപാട് ആൾക്കാർ എൻക്വയറി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അൾട്ടർ ചെയ്യാനൊക്കെ പറ്റിയൊരു, നമ്മൾ ലൂസിഫർ ഒക്കെ വന്ന ഒന്നുകൂടി ആളുകൾ ഒരു അൾട്ടർ ചെയ്യാനൊക്കെ വേണ്ടി ചോദിച്ചിരുന്ന ഒരു വാഹനമാണ്. 50,000 രൂപക്ക് ഫൈനല്. അതാണ് വീണ്ടും നമുക്ക് ഓൾട്ടോ, നമ്മൾ നേരത്തെ ഒരു ഓൾട്ടോ പറഞ്ഞു, ഫുൾ ബ്ലാക്കിൽ ഓൾട്ടോ വേണ്ടവർക്ക് ഇതാണ് ഒരു കിടിലൻ വണ്ടി ഇവിടെ ഉണ്ട്. 2007 മോഡലുണ്ട്. ഓക്കെ, ഗ്ലാസിന് ഒരു പൊട്ടുണ്ട്, ഇങ്ങനെ ഒരു വര മാത്രം എന്തോ വീണതാണ്. മാറ്റിയിട്ടൊന്നുമില്ല, ഇല്ലില്ല, പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. LXI വണ്ടി, പവർ സ്റ്റാറിംഗ് ACന്റെ വണ്ടി. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 70 രൂപ കുട്ടികൾക്ക്. 70 രൂപക്ക് 70 രൂപ കൊടുക്കും. LXI ഫുള്ളോട് വണ്ടി 70 രൂപക്ക്, അതും പേപ്പർ നമുക്ക് 27,000. അതെ, പഠിക്കാനൊക്കെ നമുക്ക് എന്തായാലും ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത അതിന്റെ ഒന്നുകൂടി ഒരു സെഗ്മെന്റ് കൂടുതൽ വേണം, ഒരു K സീരീസ്, എന്നാൽ നമുക്ക് നല്ലൊരു വണ്ടി കൂടി വേണം എന്നുള്ളവർക്ക് ഒരു അടിപൊളി വണ്ടി. 11 മോഡൽ, 11 മോഡൽ കേട്ട്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 1 lakhിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 1.60 കിട്ടേ കൊടുക്കുന്നത്. 1.60. ഇതിലൊക്കെ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഏകദേശം 1.25-30 ആ റേഞ്ച് വരെ ലോൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റെനോൾഡ് കിഡ്, അത് RXT ഓപ്ഷൻ, RXT ഓട്ടോമാറ്റിക്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ കാര്യങ്ങളൊന്നും ഇല്ല, അതേപോലെ ഗിയറിന് നോബ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇതാണ്, ജസ്റ്റ് റിവേഴ്സ് ആകുമ്പോൾ നമ്മളൊന്ന് റിവേഴ്സിന് തിരിച്ചു കൊടുക്കുക, ഡ്രൈവ് മോഡ്, അങ്ങനെ 3 മോഡുകളിൽ ലേഡീസിനൊക്കെ ഈ പഠിച്ച് പുതിയതായിട്ട് വണ്ടികൾ കൊണ്ടുനടക്കുന്നവരൊക്കെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനമാണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല? അത് മൈലേജ് കിട്ടും. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ നോക്കാം? ഒരു 25 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം, അതും 40,000 കിലോമീറ്റർ. അതുകൊണ്ട് സെലേറിയോ ഓട്ടോമാറ്റിക് ZXA സെലേറിയോ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ ആളുകൾ പറയാം ഓട്ടോമാറ്റിക് ആണെന്ന് പറയാം. ലേഡീസ് കൂടുതൽ വണ്ടിയാണ്. സ്കോളർഷിപ്പിൽ എന്റെ വണ്ടിയാണ്. ഏകദേശം 58-60 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXA വേരിയന്റ് തന്നെ വണ്ടിയാണ്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടി, AC പവർ സ്റ്റിയറിംഗ്, ഓടോ പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, വൈപ്പർ ഒക്കെ, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ചോദിക്കണ പറഞ്ഞതിന്? ഇത് 4.10. 4.10. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? അതായത് 4 രൂപ 3 ആ റേഞ്ച് നമുക്ക് 4 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ 10 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി. അതുകൊണ്ട് കേട്ടൺ ന്യൂ ഫേസ് ആണ് വരുന്നത്. നേരത്തെ നമ്മളൊരു ഓൾഡ് ഫേസ് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ന്യൂ ഫേസിന് ഒരു കേട്ടൺ വേണ്ടവർക്ക് ഒരു അടിപൊളി വണ്ടി, അതും വൈറ്റ് കാൽട്ടറൈസേഷൻ ആണ്. കമ്പനി ഇതിന്റെ അണ്ടർ കോട്ടിംഗ് പുറത്ത് കമ്പനിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല, നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. ഇത് ഒരു 17-18 മൈലേജും കിട്ടും, നല്ല പെർഫോമൻസ്, നല്ല മൈലേജ് ഒക്കെ ഉണ്ടാവും. 18 മോഡൽ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ നിലവിൽ 58,000 കിലോമീറ്റർ. നമ്മൾ ഡിപ്പെൻഡബിൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സ്റ്റിയറിംഗ് നോക്കാം. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡിലൻ ഇന്റീരിയർ ആണ്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടി. എത്ര നമ്മൾ ഇതിന് ചോദിക്കണ? ഇതിനൊരു 3.25. ലോൺ നമുക്ക് ഏകദേശം എത്ര ചെയ്യാൻ പറ്റും? 2.25-3 അടുത്ത് വരെ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലെ? ഇതാണ് ഒരു വാഗ്നർ, ചെറിയ പൈസക്ക് ഒരു വാഗ്നർ. 2006 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മൾ ഇത് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കണതിന്? ഇതിന് നമുക്ക് ലാസ്റ്റ് നെറ്റ് ഒരു കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പ് ആണ് കൊടുക്കാം. ഇതാണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കിടിലൻ ആണോ അല്ലെ? AK55 നമ്മൾ തിരൂർ രജിസ്ട്രേഷൻ തന്നെ വരുന്നത്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 11 മോഡൽ വണ്ടി, 2011 മോഡൽ അല്ലേ? എത്ര നമ്മള് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് എന്തായാലും 2-3 അതിന്റെ മേലൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോ. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ലേ? ഓക്കെ, എഞ്ചിന് മെക്കാനിക്കൽ പക്കയാണ്. നമുക്ക് ഒരു ഓക്കെ, എത്ര ചോദ്യം എങ്ങനെയാണ്? ഇത് നമുക്കൊരു 37 അല്ലേ? അപ്പൊ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും നല്ല ചെറിയ പൈസക്ക് നല്ല മൈലേജും
ഒരു നല്ലൊരു ഫാമിലി കാർ നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്നോളിയില്ല. നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു അടിപൊളി വാഹനമാണ് നാനോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി. മാരുതിന്റെ ഒരു പൈസക്ക് നമുക്ക് ചെറിയൊരു വണ്ടി, അത് നല്ല മൈലേജ് കിട്ടും, ചെറിയ പൈസക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മള് ബിസ്മിയിലാണ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ തിരൂരിനും പരപ്പനങ്ങാടിക്കും ഇടയിലായിട്ട് ഓലപ്പീടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മളെ വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. സോ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, പ്രശ്നമില്ല, നമുക്ക് എല്ലാവരും വിളിക്കുന്ന സമയത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ജസ്റ്റ് ഒന്ന് വോയിസ് ഇടുക, അല്ല എങ്കിൽ നമ്മളെ കാറ്റലോഗ് കൊടുക്കും. ആ നമ്പർ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാറ്റലോഗിൽ നമുക്ക് നിലവിലുള്ള വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേരെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷ വണ്ടി ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒന്ന് കാറ്റലോഗ് നോക്കിയാൽ നമ്മൾ അതിന് നിലവിൽ ആ വണ്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ നമ്പർ ഒന്ന് സേവ് ചെയ്യുക, എന്നിട്ട് ആ കാറ്റലോഗിൽ വണ്ടി ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ആ വണ്ടി സെയിലായിട്ടുണ്ടാവും. പിന്നെ ഇൻ കേസ് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പരാതി പറയരുത്. എന്താ വെച്ചാൽ അത്രയും കോളുകൾ വരും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ ഇന്ന വണ്ടിയാണ്, ആ വണ്ടി അവൈലബിൾ ആണെന്ന് ജസ്റ്റ് ഒന്ന് വോയിസ് വിടുക. ഇന്ന ഡീറ്റെയിൽസ് നിങ്ങൾ വോയിസ് വിടണം. അപ്പൊ എന്തായാലും ഷിയാബ് കാണുന്ന സമയത്ത് എന്തായാലും വിട്ടുവരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നല്ല കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ ബിസ്മിക്ക് പോരി. അപ്പൊ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷിയാബ് സൈനിങ്.